വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുവാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെടികളുടെ കളക്ഷൻ ഒന്ന് കാണിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലൊരു അന്തേവാസിയാണ്, അവനോടി. ഓക്കെ, അപ്പോൾ ഇതേ നമുക്ക് ഇത് നല്ല മജന്ത ബോൾസ്, എല്ലാം ബോൾസാണ്. ഇത് നല്ല ഓറഞ്ച് അല്ലെങ്കിൽ മജന്ത കളറെന്നൊക്കെ പറയും. ഓക്കെ, മജന്ത നല്ല ഭംഗിയാണ് പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട്. ഓക്കെ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് ഇവിടെ ഇത് ഈ ഒരു റോസ് കളറെന്നൊക്കെ പറയുന്ന മാതിരി റോസ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഈ റോസും ഉണ്ട്, പിന്നുള്ളത് ഇതാണ്ട് ഇതെന്ന് പറയുന്നൊരു കറക്റ്റ് റോസ് അല്ല. അപ്പോൾ തമ്മിൽ നല്ല ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇതും ബോൾസിൻ്റെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബോൾസാണ്. നല്ല എന്താ പറയുക, കടുത്ത കളറാണ്, നല്ല രസമാണ് ഇത് പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അങ്ങനെ ഈ ഒരു ഫ്ലവർ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. ഇത് നല്ല കടുത്ത കളറാണ്. ഓക്കെ, ഇത് റെഡാണ്. അപ്പോൾ ഇതിനകത്ത് പൂവ് മൊട്ടായിട്ട് വരുന്നത് കൊണ്ട് റെഡാണ്. ഓക്കെ, റെഡ് കളറിൻ്റെതാണ് ഈ ഒരു ബോൾസ്. പിന്നുള്ളത് എന്താണ്, റോസ് തെറ്റി. ഇത് മിക്കവാറും എല്ലാവരും വീടുകളിലും ഇപ്പോൾ കാണുന്നതാണ്. റോസ് തെറ്റിയാണിത്. പിന്നെ ഇത് നമ്മൾ വൈറ്റ് റോസ്. പൂവൊക്കെ പോയി, ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞ പൂക്കളാണ്. ഓക്കെ, നല്ല വൈറ്റ് റോസാണ്. പിന്നെ ഉള്ളതാണ് നല്ല ജമന്തിയാണ്. ഇതിപ്പോൾ ഫ്ലവറേ ഉള്ളത്. ഒന്ന് കട്ട് ചെയ്ത് വിടണം. കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ല പൂക്കൾ പിടിക്കും. പിന്നെ ഇതാണ്ട് ഈ ഒരു ഫ്ലവറല്ല, ഈ ഒരു ചെടി നമുക്ക് കട്ട് ചെയ്ത് പല ഷേപ്പുകളിലാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഒന്നാണ്. പിന്നെ ഒരു വെറൈറ്റിയാണ് ഇത്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ട്. ഇതാണ് നീലത്തെറ്റി. ഓക്കെ, നീലത്തെറ്റി നല്ല ഒരു വെറൈറ്റി കളറാണ്. നീല കളറിലുള്ള തെറ്റിയാണിത്. ഓക്കെ, പിന്നുള്ളത് നേരത്തെ കാണിച്ചതുപോലെ ഇത് റോസ് ബോൾസയാണ്. ഓക്കെ, ഇതെല്ലാം റോസ് ബോൾസയാണ്. ഓക്കെ, റോസ് ബോൾസി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ബോൾസിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.